ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചാലഞ്ച് ആണ് ആഡ് വീഡിയോ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആഡ് വീഡിയോസ് കണ്ടുപിടിക്കാൻ വളരെയധികം പാടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അവതാർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ലിങ്ക് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ ടൂളിന്റെ നെയിം എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ എന്നാണ്. topview.a എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പ് വ്യൂ ടൂളിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും അഡ്വാൻറ്റേജസ് അതുപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും ക്രിയേറ്റ് മാർക്കറ്റിംഗ് വീഡിയോസ് വിത്ത് GPT 4.0 പ്ലസ് അവതാർസും അതുപോലെ ChatGPT ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് വീഡിയോസ് എന്ത് ചെയ്യും ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് ഫുള്ളി ആണ്, ഓൺലി വീഡിയോ എഡിറ്റേഴ്സ് ആണ്. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിലും ടിക്ടോക്കിലും ഫേസ്ബുക്കിലും അതുപോലെ ആഡ്സ് ലൈബ്രറി എന്നൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആഡ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. വൈറലാവുന്ന രീതിയിലുള്ള ആഡ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പലതരത്തിലുള്ള അവതാർ കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ ഒരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പ് വ്യൂ വെച്ച് ചെയ്ത കമ്പനീസ് എന്ന് പറയുന്നത് ലസാഡ, ലോറിയൽ, ആങ്കർ, അലി എക്സ്പ്രസ്, ലേസ് ഇങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ ഈ ഒരു ടോപ്പ് വ്യൂ ഉപയോഗിച്ചാണ് ആഡ്സും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോക്കിയാൽ ഇവിടെ ക്രിയേറ്റ് വേരിയസ് ആഡ്സ് ഇൻസ്റ്റന്റ്ലി ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ആഡ് വീഡിയോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നോ രണ്ടോ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആൻഡ് ഡബിങ് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് നമുക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം, അതുപോലെ ഡബിങ് അവർ തന്നെ ചെയ്തോളും. അല്ലെങ്കിൽ അവർ തന്നെ സ്ക്രിപ്റ്റ് തന്നോളൂ, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഡബിങ്ങും ചെയ്തോളും. പിന്നെ നിങ്ങൾ നോക്കി അവതാർസ്, നമുക്ക് ഇതുപോലെ ഇതൊക്കെ ആണ്. ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവതാർസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ബീറ്റ് സിങ്ക്, നമ്മുടെ ഈ ഒരു ഓഡിയോസുമായിട്ടൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം സിങ്ക് ചെയ്യും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് ഓഡിയോ മാറുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു വീഡിയോ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം മാറുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വൈ ചൂസ് ടോപ്പ് വ്യൂ ടു മേക്ക് യുവർ മാർക്കറ്റിംഗ് വീഡിയോസ്. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പ് വ്യൂ ഉപയോഗിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആഡ്സ് ലൈബ്രറിയിൽ നോക്കും ഏതാണ് ഏറ്റവും കൂടുതൽ വൈറലായി പോകുന്ന വീഡിയോ നോക്കും. എന്നിട്ട് ChatGPT വഴി എന്ത് ചെയ്യും, ഇത് ChatGPT ആണ്, ChatGPT വഴി എന്ത് ചെയ്യും, സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കും. എന്നിട്ട് റിയലിസ്റ്റിക് അവതാർ ഉപയോഗിച്ച് അവർ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി ഇതൊക്കെ അവതാർസ് ആണ്, ഇതെല്ലാം ടൂൾസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ആണ്, ഇങ്ങനത്തെ ആൾക്കാരെ ലോകത്തില്ല, ഇത് മൊത്തം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഈ അവതാറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളെ ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ ക്ലിപ്പ് സെലക്ഷൻ, അതുപോലെ വോയിസ് ഓവർ. ഇതിൽ വോയിസ് ഓവർ നമുക്ക് കൊടുക്കാൻ പറ്റും. തന്നെയാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളും. നമുക്ക് ഇഷ്ടമുള്ള വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പറഞ്ഞതുപോലെ തന്നെ അവതാർസ് അതുപോലെ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എന്തായാലും യൂസ് ആവുന്ന ഒരു കാര്യമാണ്. കാരണം ഹിന്ദി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ഹിന്ദി ലാംഗ്വേജിൽ എന്ത് ചെയ്യും, നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇംഗ്ലീഷിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മലയാളമല്ല, ഇംഗ്ലീഷിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹിന്ദിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് എൻഗേജ് മാർക്കറ്റിംഗ് വീഡിയോസ് ഫോർ എവരി ടീം. നമുക്ക് കൊമേഴ്സിനായാലും പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ആയാലും ആപ്പിന്റെ പ്രൊമോഷൻ ഗ്രോത്ത് ആയാലും എല്ലാത്തിനും നമുക്കൊരു വീഡിയോസ് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയെ 5 ഇരട്ടി വർദ്ധിപ്പിക്കും. അതുപോലെ നമ്മുടെ എംപ്ലോയീസിന്റെ കോസ്റ്റ് കുറയ്ക്കും. നമുക്ക് വേറെ എംപ്ലോയീസിനോ കാര്യങ്ങളൊന്നും വെക്കേണ്ടി വരത്തില്ല. എഡിറ്റിംഗ് സ്കില്ല് റിക്വയർഡ് അല്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കുറെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ FAQs കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഇപ്പൊ ആൾറെഡി ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഞാൻ ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിൽ കയറി ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുവാണ്. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡ് കാണാം, പ്രൊജക്ട്സ് കാണാം, അസറ്റ്സ് കാണാം. അസറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിടണമെങ്കിൽ ഉള്ള ഒരു പ്ലേസ് ആണ് അസറ്റ്സ് എന്ന് പറയുന്നത്. പ്രൊജക്ട്സ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. അടുത്ത ഹോട്ട് ഹൂക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസുകളാണ് ഇവിടെ കാണിക്കുന്നത്. റിലേറ്റഡ് വീഡിയോ കൗണ്ട്സ്, ഈ ഒരു ഇതിൽ റിലേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൂക്സിൽ റിലേറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ്സ്, അതിന് എത്ര ലൈക്സ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ, അതുപോലെ വൈറലായ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ടിക്ടോക്ക് ആഡ്സ് ലൈബ്രറി, ഈ ടിക്ടോക്ക് ആഡ്സ് ലൈബ്രറിയിൽ ഓഡിയോ വരുന്നുണ്ടല്ലോ.
ഓക്കെ, ടിക്ടോക്ക് ആഡ് ലൈബ്രറിയിൽ ടിക്ടോക്ക് ആഡ് ലൈബ്രറിയിൽ എന്താ മില്യൺസ് അടിച്ച വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പ്രൊഡക്റ്റിന്റെ വീഡിയോസ്, അതുപോലെ പലതരം കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നും വിന്നിങ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ആഡ്സ് ലൈബ്രറി നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോ വൈറലായ വീഡിയോസ് ഒക്കെയാണ് കാണിക്കുന്നത്. 123 മില്യൺ വ്യൂസ്, അങ്ങനത്തെ വ്യൂസ് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൈ ഫേവറേറ്റ്സ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫേവറേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ഡാഷ്ബോർഡിൽ പോവാ. ഡാഷ്ബോർഡിൽ പോയിട്ട് എന്താ ക്രിയേറ്റ് വീഡിയോസ് വിത്ത് എ കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് വീഡിയോസ് വിത്ത് എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആമസോൺ, ഈബേ, ഷോപ്പിഫൈ, അതുപോലെ എറ്റ്സി, അലി എക്സ്പ്രസ്, ടിക്ടോക്ക് ഷോപ്പ്, യൂട്യൂബ്, ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, അത് കൂടാതെ തന്നെ പല അതർ സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന്റെ ലിങ്ക് കൊണ്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അസറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വീഡിയോ പ്രൊഡക്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വീഡിയോ ബ്രീഫ് ഓട്ടോമാറ്റിക്കാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവർ തന്നെ ക്രിയേറ്റ് ആക്കി തരും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇപ്പം ജസ്റ്റ് എടുക്കുവാണ്. പിന്നെ ആസ്ട്രോണറ്റ് പ്രൊജക്ടർ ഒന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ആസ്ട്രോണറ്റ് പ്രൊജക്ടർ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് ആമസോണിലുള്ള കുറെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. ആമസോണിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ആമസോണിൽ നിന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തു ജസ്റ്റ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അനലൈസ് ലിങ്ക് കൊടുക്കുക. അനലൈസ് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഒരു 100% ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം, പെട്ടെന്നാവും. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഇപ്പം സ്വന്തമായിട്ട് സ്റ്റുഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ഇമേജ് ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റിന്റെ ഇമേജ് ഒന്ന് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവർ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7 വീഡിയോസ് ഉപയോഗിച്ചാണ് അവർ ചെയ്തു തരുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ എടുക്കുക. അപ്പൊ ഇവിടെ അസറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് പ്രോസസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഉപയോഗിച്ച് അവർ പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രോസസ്സിംഗ് ആവുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ കൂടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വീഡിയോയില് എന്താണ് വീഡിയോ എന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അല്ലേ, നമുക്ക് ഇതിന്റെ നെയിമും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. നമുക്ക് ഇവിടെ നമ്മുടെ നെയിം കൊടുക്കാം. നമ്മുടെ പേര് എന്താണ്, ഇപ്പം റിയാസ് അക്രലിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആസ്ട്രോണറ്റ് പ്രൊജക്ടർ എന്ന് മാത്രം മതിയെങ്കിൽ ആ ഒരു രീതിയിലാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അതുപോലെ വീഡിയോ ബ്രീഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐറ്റം ഡയമെൻഷൻ കാര്യങ്ങൾ വാട്ടർ പ്രൂഫ് ആണ്, പോർട്ടബിൾ ആണ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ എല്ലാ വീഡിയോസും കഴിഞ്ഞു. നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അവതാർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ അവതാറിൽ നമുക്ക് ഇഷ്ടമുള്ള അവതാർ സെലക്ട് ചെയ്യാം. അതിൽ ഗേൾസ് ഉണ്ട്, അതുപോലെ മെയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവതാർ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ ഒരു ആളെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു ആളെ സെലക്ട് ചെയ്താൽ തന്നെ ഇതിനകത്ത് പല സീൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സീൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യാണ്. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് നമുക്കിവിടെ വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. Welcome to TopView.ai, the ultimate. Welcome to Top View. Benvenuti su TopView.ai. പലതരത്തിലുള്ള വോയിസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇപ്പം ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഞാൻ ഹിന്ദിയിലും ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചുതരാം. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കുറെ ലാംഗ്വേജസ് കാണാൻ പറ്റും. ഇതിൽ ഹിന്ദി ഉണ്ട്, എവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചുതരാം, എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ജസ്റ്റ് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തിട്ട് ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാറ്റിയിട്ട് ഇപ്പൊ ഹിന്ദിയാണ് വേണ്ടെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷാണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ഇപ്പം എന്താണ് ഹിന്ദി വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഹിന്ദിയുടെ ഓക്കെ, ഹിന്ദി ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് റീൽസ് വേണോ, അതുപോലെ യൂട്യൂബ് വീഡിയോസ് ആണോ വേണ്ടത്, ഏത് വീഡിയോ ആണ് വേണ്ടത് അത് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 0% 100 ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. വലിയ ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ആവും. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇപ്പോൾ 5, 15 എന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100% ആയിട്ട് എന്താവും നോക്കാം. അപ്പോൾ 100% കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഹിന്ദിയിലുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് പല പല വീഡിയോസിലുള്ള കാണാൻ പറ്റും. ഇവിടെ ഇപ്പം ക്വസ്റ്റ്യൻസിന്റെ മോഡലിൽ വേണോ, അല്ലെങ്കിൽ ക്രിയേറ്റ് ടെൻഷൻ ഉള്ള രീതിയിൽ വേണോ, അല്ലെങ്കിൽ ഫിക്ഷണൽ സ്റ്റോറി ഓർ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ വേണോ, കുറെ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രിവ്യൂ ആണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രിവ്യൂ വന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പ്രിവ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലിപ്സിംഗ് വിൽ ബി അവൈലബിൾ ആഫ്റ്റർ എക്സ്പോർട്ട് എന്ന് കാണാൻ പറ്റും. അപ്പൊ ലിപ്സിംഗിന് ചെറിയൊരു പ്രോബ്ലം വരും, എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ പ്രിവ്യൂ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. क्या आप एक जादुई सफर पर जाना चाहते हैं? बच्चों के कमरे में लगाने के लिए यह प्रोजेक्टर बेस्ट കുറെ है. വൈറൽ ആയിട്ടുള്ള बेडरूम के लिए भी यह एस्थेटिक है यार. इसे रिमोट से नियंत्रित करें. मस्ती से दूर ना जाना. बस ക്രിയേറ്റ് ആയിട്ട് मत കിട്ടും. करो. यह जल रोधक ഇപ്പോ നിങ്ങൾക്ക് आसानी से ले जा सकते പല हो. വീഡിയോസ് നിങ്ങൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിലേക്ക് നോക്കി എന്ത് ക്ലിയർ ആയിട്ട് അവർ ഇതൊക്കെ വന്നിരിക്കുന്നത്, കറക്റ്റ് റൗണ്ടിൽ വന്നിട്ട് കറക്റ്റ് കാര്യങ്ങൾ ഹിന്ദിയിലുള്ള കാര്യങ്ങൾ അതുപോലെ പറയുകയാണ് ചെയ്യുന്നത്. AI ടൂൾസ് തന്നെ പറയും, അതുപോലെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ AI ടൂൾസ് തന്നെ. X 11.43 सेंटीमीटर, साफ और कॉम्पैक्ट. आपके जीवन को इस स्टार गैलेक्सी से सजाओ. जल्दी करो, क्लिक करो, वरना पछताओगे जैसे ब्रेकअप में. ഓക്കെ, അപ്പം ഇപ്പൊ കണ്ടില്ലായിരുന്നോ, ഈ ഒരു മോഡലിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയി കിട്ടുന്നത്. ഇനി നമുക്കിത് ഇംഗ്ലീഷിലോട്ടാക്കണം, ഇംഗ്ലീഷിലോട്ടാക്കാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ പോയ ആ ഒരു ഇതിൽ പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആ ഹിന്ദി ലാംഗ്വേജ് മാറ്റി നമുക്ക് ഇംഗ്ലീഷിലോട്ട് ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എനിക്കാണെങ്കിൽ 100 ക്രെഡിറ്റ്സ് റിമൈനിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പ്ലാൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 5 ക്രെഡിറ്റ് ഇതുപോലെ 100ൽ നിന്ന് 5 ക്രെഡിറ്റ് റിമൂവ് ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതില് നമുക്ക് ആൾറെഡി അവർ കയറുമ്പോൾ തന്നെ ഒരു 10-20 ക്രെഡിറ്റ് തരും. അപ്പൊ നിങ്ങൾക്ക് 1-2 വീഡിയോസ് നിങ്ങൾക്ക് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ താഴെ ഞാൻ എന്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ ഞാൻ ഇപ്പോൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്റെ ഡിസ്കൗണ്ട് കൂപ്പണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ അതിന്റെ ഹോം പേജിലോട്ട് പോവാണ്. ഇപ്പൊ ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്ഗ്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എത്ര നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് മന്ത് ആണെങ്കിൽ സ്റ്റാർട്ടർ ആണെങ്കിൽ $14 വരുന്നുള്ളൂ. മന്ത്ലി അല്ല ഇയർലി എടുക്കുകയാണെങ്കിൽ, മന്ത്ലി എടുക്കുകയാണെങ്കിൽ $9 വരുന്നുണ്ട്. $9 എന്ന് പറയുമ്പോൾ ഏകദേശം 800 രൂപ സംതിങ്, 800 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ഇതിന് നിങ്ങൾക്ക് 50 ക്രെഡിറ്റ് കിട്ടും, നിങ്ങൾക്ക് 10 വീഡിയോ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബിസിനസ് ആണെങ്കിൽ $75 നിങ്ങൾക്ക് കിട്ടും. $75 250 ക്രെഡിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 250 ക്രെഡിറ്റിന് നിങ്ങൾക്ക് 50 വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഫ്രീ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, 6 വീഡിയോ പ്രിവ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾക്ക് ലിമിറ്റഡ് അവതാർസേ കാണത്തുള്ളൂ. അതുപോലെ 5GB സ്റ്റോറേജ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ള ലിമിറ്റഡ് AOIs ഒക്കെ ആയിരിക്കും, അതുപോലെ 3 ക്യാൻഡേഴ്സ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വാട്ടർ മാർക്ക് ഉണ്ടാവും. നിങ്ങൾ ഫ്രീ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് ഉണ്ടാവും. നിങ്ങൾ സ്റ്റാർട്ടർ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ ബിസിനസ് പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് മെത്തേഡ് സ്ട്രൈപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അലിപേ ഉപയോഗിച്ചോ, സ്ട്രൈപ്പിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇയർലി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പം എന്റെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് 50% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ടോപ്പ് വ്യൂ AI ടൂളിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ഡിസ്കൗണ്ട് കൂപ്പണും കൊടുത്തിട്ടുണ്ടാവും. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പൊ എന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെയിൽസ്. ബൈ.